നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം 18-ന് 16:29 അതായത് വൈകിട്ട് 4:29 മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് 1:30 എത്തിയ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് സ്റ്റേഷനിൽ 4:29 വിവരമറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ആരെയാണ് വിളിച്ചതെന്നാണ് ഉയരുന്ന ചോദ്യം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ച 19 പേരിൽ ഒരാളെ ഇനിയും പിടികൂടാത്തതിലും ദുരൂഹതയുണ്ട്. ഇതുവരെ അറസ്റ്റിലായ 18 പ്രതികളടക്കം 19 പേർക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോളേജിലെ ആന്റി റാങ്കിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത 19 പേരുടെ കൂട്ടത്തിലും പോലീസ് പിടികൂടാത്ത ഈ വിദ്യാർത്ഥിയുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയമുള്ള കുറെ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പ്രതിയാക്കാൻ വേണ്ടത്ര തെളിവുകൾ ഇപ്പോൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് SFIയും CPMും പറയുന്ന കണക്കുകളിലെ പൊരുത്തക്കേടും പ്രതിപട്ടികയും തമ്മിൽ ബന്ധമുണ്ടെന്ന സംശയം ഉയരുന്നുണ്ട്. അറസ്റ്റിലായ 18 പേരിൽ 4 SFIക്കാരെ ഉള്ളുവെന്ന് നേതൃത്വം പറയുമ്പോൾ മർദ്ദിച്ചവരിൽ 5 പേരാണ് SFI പ്രവർത്തകരെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കുന്നു. മർദ്ദിച്ചവരെല്ലാം പിടിയിലായിട്ടില്ലെന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഈ നിലപാട്. ആന്റി റാങ്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് പോലീസ് പ്രതിപട്ടിക തയ്യാറാക്കണമെന്നില്ലെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. എന്തായാലും സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ഇടപെടുന്നത് കേരളത്തിലെ ഒരു പോലീസ് കമ്മീഷണർ ഓഫീസോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇനിയും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടില്ല. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരിയാണ്. ഒരു കമ്മീഷണർ ഓഫീസിലാണ് ജോലി. അച്ഛൻ അഭിഭാഷകനെന്ന് റിപ്പോർട്ടുണ്ട്. ഗുരുവായൂരിനടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട്. നിലവിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നില്ല എന്നാണ് സൂചന. അറസ്റ്റിലായവരിലേക്ക് അന്വേഷണം ചുരുക്കാനാണ് സമ്മർദ്ദം. അതിനിടെ കോളേജ് ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ D ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലതുതന്നെ. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയപ്രകാശ് പറഞ്ഞു. പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടുവെന്നാണ് ആരോപണം. ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട്. എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാക്കാത്തത് ദുരൂഹതയായി തുടരുന്നു.